ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര സന്തോഷവും അതുപോലെ ഭയങ്കര സങ്കടപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. നമുക്ക് ആദ്യം സന്തോഷം പറയാം. സന്തോഷം എന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാനൊരു 100 സബ്സ്ക്രൈബേഴ്സ് പോലും തികയ്ക്കുമെന്ന് വിചാരിച്ചതല്ല. അങ്ങനെ വിചാരിക്കാൻ കാര്യവുമുണ്ട്. കാരണം ഞാൻ വർഷങ്ങളുകൊണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ ഷെയർ ചെയ്യുന്നത് വാട്സാപ്പിലും പിന്നെ ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് എനിക്ക് കിട്ടാത്ത ഒരു സ്വീകരണം എനിക്ക് യൂട്യൂബിൽ കിട്ടി. ഞാൻ എന്താണെന്നോ ഒന്നും അറിയാതെ എൻ്റെ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തു. ഒത്തിരി താങ്ക്സ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒത്തിരി താങ്ക്സ്. 500 ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെയും 515 സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടുണ്ട്. അപ്പോൾ 515 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു വലിയൊരു കുടുംബത്തിൻ്റെ ഒരു അംഗമാണ് ഞാൻ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. 100 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാൻ ഇവിടെ തുള്ളിച്ചാടുമായിരുന്നു. അത് വീഡിയോ എടുത്തു തരാൻ ആരുമില്ലായിരുന്നു. അത് കാരണം ആ സന്തോഷം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ 497, 98, 99 അങ്ങനെ 500 ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു സന്തോഷ നിമിഷം ഞാൻ കണ്ടത്. 500 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ 515 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം 519 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയാണ് നമ്മുടേത്. അതിലൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്നൊരു ഭയങ്കര വിഷമം. വൈകുന്നേരം വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സങ്കടപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. വേറൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഷിറ്റ്സുവിൻ്റെ പൂപ്പിയുടെ മക്കളെയും വിശേഷമാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അവരെ കെയറിങ്ങും അങ്ങനത്തെ അവരെ ഫുഡ് കൊടുക്കുന്നത് അതൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പം പൂപ്പി ജനുവരി 8-ാം തീയതിയാണ് പൂപ്പി പ്രസവിച്ചത്. 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 4 പെണ്ണും 2 ആണും. അപ്പോഴ് അതിൽ മാറ്റി അയക്കാൻ വന്നവർക്ക് നമ്മൾ ഒരെണ്ണം കൊടുക്കണമല്ലോ. അപ്പം അതിനെ നിന്ന് എടുക്കാൻ വന്നു. അപ്പം ഞാൻ അവരെ ഫസ്റ്റ് ഫീഡിങ്ങിൽ ഞാൻ ഒരാളെ കാണിച്ചിട്ട് പറഞ്ഞില്ലേ, അവൾക്ക് വയ്യാതെയൊക്കെ ആയി, ഭയങ്കര സ്നേഹമാണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം അവളെയാണ് ഇന്ന് കൊണ്ടുപോയത്. ഭയങ്കര സ്നേഹമാണ് അവൾ. ഈ 6 പേരിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അവൾക്കാണ്. അത് അവളെ കൊണ്ടുപോയി ഭയങ്കര സങ്കടമായിപ്പോയി. കുറേ കരഞ്ഞു. പിന്നെ അതിൽ നിന്ന് വരാൻ കുറച്ച് ഇതായി. എനിക്ക് എൻ്റെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊണ്ടുപോയപ്പോൾ ഇനി കൊണ്ടുപോകുന്നവർ അവർ വിൽക്കാനാണ് കൊണ്ടുപോയത്. വാങ്ങിക്കുന്നവർ പൊന്നുപോലെ നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത്രയും സ്നേഹത്തോടെയാണ് ഞാൻ അവരെ നോക്കുന്നത്. ഇതൊരാളാണ്. ഇതാണ് പൂപ്പി ആദ്യമായിട്ട് പ്രസവിച്ച മോൻ. ആണാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ബേബി. സുന്ദരനല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് ഇങ്ങനെ മാറ്റി അയക്കുമ്പോഴത്തേക്കും എല്ലാവരും സ്റ്റഡ് കുട്ടീനെയാണ് ഫസ്റ്റ് കൊടുക്കുന്നതെന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഇവനെ ആയിരിക്കും കൊണ്ടുപോകുന്നതെന്ന്. പക്ഷെ അവളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ അവളെ കൊണ്ടുപോകുന്ന ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. രാവിലെയൊക്കെ ഞാൻ ഉറങ്ങി എണീച്ചിട്ടൊക്കെ വരുമ്പോഴും ഫസ്റ്റ് എൻ്റെ അടുത്ത് ഓടി വരുന്നത് അവളാണ്. പാല് കുടിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡോഗിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവളെയാണ് കൊണ്ടുപോയത്. ഈ 6 മക്കളിൽ ഏറ്റവും സ്നേഹം അവൾക്കായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് പറയാ, അത്ര ഇഷ്ടമായിരുന്നു അവൾക്ക്. പെട്ടെന്ന് അവളെ വന്നപ്പോഴേ അവൾ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ അവളെ കണ്ടപ്പോഴേ അവരെടുത്ത് കയ്യിൽ വെച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല. ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. കുറേ കരഞ്ഞു. എനിക്ക് ഇവരെയൊക്കെ ഭയങ്കര ഇഷ്ടം. എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കണം. പോയപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ ഇവരുടെ കെയറിങ്ങും ഇവരുടെ ഫുഡും അതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്.
എൻ്റെ പൂപ്പിക്ക് 2 വയസ്സും 3 മാസമായി. പൂപ്പിക്ക് 4ാമത്തെ ഹീറ്റിലാണ് പൂപ്പീനെ മാറ്റ് ചെയ്യിച്ചത്. അപ്പം അത് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ കൊച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറേ പേരൊക്കെ ഫസ്റ്റ് ഹീറ്റിലൊക്കെ മാറ്റ് ചെയ്യിക്കുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര ദ്രോഹമാണ് അവരുടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവരും ഹെൽത്തി ആയിട്ട് നല്ല ഇതായതിനു ശേഷമല്ലേ നമ്മൾ അവരെ പ്രസവിക്കാനൊക്കെ ഉള്ള ഒരു ഇതാവുകയുള്ളൂ. അപ്പോൾ കുഞ്ഞിലെയൊക്കെ മാറ്റ് ചെയ്യിക്കുമ്പോൾ അവരുടെ ആരോഗ്യം ഒരുപാട് മോശപ്പെടും. ഇപ്പം തന്നെ പൂപ്പീനെ മുമ്പ് ഫുഡ് കഴിക്കണേക്കാട്ടിലും കൂടുതൽ ഫുഡ് കഴിച്ചിട്ട് പോലും അവളുടെ ഇങ്ങനെ തടവുമ്പോൾ അവളെ ഈ എല്ലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അവൾ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി പാലുകുടിയൊക്കെ മാറിയാലേ അവളൊന്ന് പഴയതുപോലെ സെറ്റായി വരുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പൂപ്പി. എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. ഇതാണ് എൻ്റെ പൂപ്പി. മുടിയെല്ലാം കെട്ടി സുന്ദരി മണിയായിട്ടിരിപ്പുണ്ട്. ഇതാണ് എൻ്റെ പൂപ്പി. ഉറങ്ങായിരുന്നു, എല്ലാവരും ഉറക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അവർക്ക് 62 ദിവസമായി. ഫസ്റ്റ് 15 ദിവസമായപ്പോൾ ഫസ്റ്റ് അവർക്ക് വിരയ്ക്കുള്ള മരുന്ന് കൊടുത്തു. പിന്നെ ഞാൻ കൊടുക്കുന്നത് ഇന്നലെ വിരയ്ക്കുള്ള മരുന്ന് കൊടുത്തു. അപ്പം ഇവരുടെ ഫുഡ് ഞാൻ ഫസ്റ്റ് ഫീഡിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇത് പപ്പി സ്റ്റാർട്ടർ, റോയൽ കെനൻ്റെ പപ്പി സ്റ്റാർട്ടർ ആണ് കൊടുക്കുന്നത് കാണിച്ചത്. അതിനുശേഷം ഒരു 10-15 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഫുഡ് കൊടുത്ത് അവരെ ശീലിപ്പിക്കാൻ തുടങ്ങി. അതായത് എന്താണെന്ന് വെച്ചാൽ പൂപ്പിക്ക് ഞാൻ കൊടുക്കുന്നത് ക്യാരറ്റ്, മത്തങ്ങ, ചിക്കൻ, അതിൻ്റെ കരൾ, പിന്നെ അങ്ങനെ ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ ഇട്ട് ഡെയിലി അങ്ങനെയാണ് കൊടുക്കുന്നത് അവളുടേത്. പിന്നെ ഇതിൽ ചില ദിവസങ്ങളിൽ ഞാൻ ബീട്രൂട്ട് ചേർക്കും, സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ അങ്ങനെയൊക്കെയാണ് പൂപ്പിയുടെ ഭക്ഷണം എന്ന് പറയുന്നത്. അത് എല്ലാവരും അങ്ങനെ കൊടുക്കില്ല. പക്ഷേ എൻ്റെ പൂപ്പീനെ ഞാൻ അങ്ങനെയാണ് വളർത്തിയത്, അങ്ങനെ കൊടുത്താണ് വളർത്തിയത്. കാരണം എനിക്കറിയില്ലായിരുന്നു. ഷിറ്റ്സുവിനെ വാങ്ങിക്കുമ്പോൾ അവരെ കെയറിങ്, അവരുടെ ഫുഡും കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനിതുപോലെ യൂട്യൂബിൽ ഓരോരുത്തരും വീഡിയോ ചെയ്യുന്നത് ഇംഗ്ലീഷിലും അങ്ങനെയൊക്കെയുള്ള ചാനലുകളിൽ എന്ത് ഫുഡ് കൊടുക്കാം, എന്ത് ഫുഡ് കൊടുത്തുവിടാം, അങ്ങനെയൊക്കെയുള്ള വീഡിയോ എല്ലാം കണ്ടതിന് ശേഷമാണ് ഞാൻ പൂപ്പീനെ വാങ്ങിച്ച് പൂപ്പിയുടെ ഫുഡെല്ലാം ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തത്. അതിനുശേഷം അവൾക്ക് അങ്ങനെ ഒരു ഫിസിക്കലി അവൾക്കൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവൾക്ക് വേറെ ഒരു പ്രാവശ്യം ഒരു വയറിളക്കം വന്നത് തന്നെ. പിന്നെ അതിനുശേഷം അവൾക്ക് ഒരു അസുഖമായിട്ട് ഒന്നും ആശുപത്രി കൊണ്ടുപോകേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്രയും കെയർ ചെയ്തിട്ടാണ് അവളെ നോക്കണം. അപ്പോൾ അവൾക്ക് കൊടുക്കുന്ന അതേ ഫുഡാണ് അവളെ മക്കൾക്ക് ഞാൻ കൊടുത്ത് ശീലിപ്പിച്ചത്. അതിനെന്ന് വെച്ചാൽ പൂപ്പിക്ക് ഞാൻ ചോറ് കൊടുക്കില്ലായിരുന്നു. ഇവർക്ക് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ചോറ് കൊടുക്കും. അവർക്ക് ഫുഡ് വേവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ, ക്യാരറ്റ്, ചിക്കൻ, അതിൻ്റെ ലിവർ, മുട്ട ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇവരുടെ ഫുഡെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ മിക്സിയിലിട്ട് അരച്ച് കുറച്ച് ചോറും കൂടെ ഇട്ട് അരച്ച് അങ്ങനെ കൊടുക്കും. കാരണം ചോറും ഇവർക്ക് നല്ലതാണ്. ഷിറ്റ്സു ബ്രീഡെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ശ്രദ്ധ അവർക്ക് കൂടുതൽ കൊടുക്കേണ്ട ഒരു ബ്രീഡാണ് ഷിറ്റ്സു എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 10,000 മടങ്ങ് അവർ തിരിച്ച് നമുക്ക് തരും ആ സ്നേഹം. അങ്ങനെയുള്ളൊരു ബ്രീഡാണ് കൂടെയാണ് ഷിറ്റ്സു. ഞാൻ ഒരുപാട് ഡോഗ്സിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. കുഞ്ഞിലേ മുതൽ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അവരിൽ ആരിലും കിട്ടാത്തൊരു സ്നേഹമാണ് എനിക്ക് ഈ ഷിറ്റ്സുവിൽ കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ കോമ്പ്, പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അവരെ കോമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇതൊരു ചീപ്പുണ്ട്. പിന്നെ ഇത് രണ്ടും നമുക്ക് ഇവരുടെ കോമ്പ് ചെയ്യിക്കാനായിട്ട് ചെയ്യും. പിന്നെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ദേഹത്ത് ചെള്ളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് വരും. അതൊക്കെ ഞാൻ കുഞ്ഞിലേ വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോൾ എനിക്ക് ഈ ഷിറ്റ്സു ബേബീനെ നോക്കാനായിട്ട് എനിക്കിപ്പോൾ ഇത് യൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരെ കോമ്പ് ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ചീപ്പ്. അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ ഇവർ എണീച്ച് വരുമ്പോഴത്തേക്കും ഇവരെ കണ്ണിൽ നമ്മുടെ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ പഴുപ്പിരിക്കില്ല, അതുപോലെ ഇവരുടെ കണ്ണിൽ പഴുപ്പിരിക്കും. അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ക്ലീൻ ചെയ്യാനായിട്ട് വയ്ക്കണം. ഇത് വൈപ്പാണ്. ഇത് ചെവിയും
കണ്ണും ക്ലീൻ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഒരു വൈപ്പുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ബോഡി വൈപ്പ് വേറെയുണ്ട്. ഡെയിലി ചെയ്തില്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ അവർക്ക് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ വൈപ്പ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് അവരുടെ ബോഡി വൈപ്പ്. ഇത് നമുക്ക് പീസായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇതാണ് ബോഡി വൈപ്പ്. പിന്നെ വേണ്ടത് ഇതാണ് അവരുടെ നെയിൽ കട്ടർ. അവരുടെ നെയിൽ കട്ട് ചെയ്യാനായിട്ട് എനിക്ക് ആദ്യം പൂപ്പിയുടെ 1-2 നഖം മാത്രമേ വെള്ള കളർ, ബാക്കിയെല്ലാം ബ്ലാക്കാണ്. അപ്പോൾ ഈ അവരുടെ സ്കിന്നോട് കൂടി ചേർന്നിരിക്കുന്ന ഭാഗം എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം വെട്ടിയ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം ഞാൻ വെട്ടിയ സമയത്ത് അവൾക്ക് ഇതിൽ കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് വിളിച്ചതിന് ശേഷം ഇവർക്ക് ഇത് കാണുമ്പോൾ പേടിയാണ്. നെയിൽ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. അവൾ ഇരുന്ന് തരൂല. ഞാൻ പിടിച്ചാൽ മാത്രം കുഴപ്പമില്ല. വേറെ ആരെങ്കിലും അവളെ പിടിക്കുകയാണെങ്കിൽ അവൾ കടിക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അവൾ കടിക്കൂല, എന്നാലും ഇങ്ങനെ കാണിക്കും. അപ്പം ഇത് നെയിൽ കട്ടർ ഞാൻ അവളെ നെയിൽ കട്ട് ചെയ്യാനായിട്ട് വാങ്ങിക്കും. ഇതൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗ്രൂമിങ് ചെയ്യാനായിട്ട് അവരുടെ പാർലറിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പൈസയാണ്. ഒരു പ്രാവശ്യം തന്നെ ബാത്ത് ചെയ്ത് അവരെ കുളിപ്പിച്ച് അവരെ നെയിൽ കട്ടറെല്ലാം ചെയ്ത് മുടിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ആക്കണതിന് 1000-1500 രൂപയൊക്കെയാണ് അവർ ചാർജ് ആക്കുന്നത്. അപ്പോൾ ഇവളുടെ ഗ്രൂമിങ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വേറെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ കൊണ്ടുപോയുള്ളൂ ഗ്രൂമിങ് ചെയ്യാനായിട്ട്. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വീട്ടിൽ കുളിപ്പിച്ച് ഉണക്കണത് എങ്ങനെ അതുപോലെ തന്നെ ഇരുന്നത്. വേറെ ഒന്നും അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ കുറച്ച് നെയിൽ കട്ട് ചെയ്ത് കൊടുത്തു, അത്ര തന്നെ. 1800 രൂപ എന്തോ അന്നായി. അതിനുശേഷം ഞാൻ തന്നെ വീട്ടിൽ ഇവിടെ കൊണ്ടുവന്നൊക്കെ അപ്പോഴും പൂപ്പിക്ക് 52 ദിവസം ഉള്ളപ്പോഴാണ് പൂപ്പിയെ ഞാൻ വാങ്ങിച്ചത്. ആ സമയത്ത് 35,000 രൂപയൊക്കെ ഉണ്ടായിരുന്നു ഷിറ്റ്സുവിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, 2 വർഷത്തിന് മുന്നേ. ഇപ്പം അത്രയൊന്നും കിട്ടില്ല. എന്നാലും ഇപ്പം ബ്രീഡുകളിൽ അത് മുൻപന്തി നിൽക്കുന്നത് നല്ല റേറ്റ് കിട്ടുന്ന ബ്രീഡ് എന്ന് പറഞ്ഞാൽ ഷിറ്റ്സുവാണ്. വേറെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇന്നലെ ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇപ്പോൾ ഉള്ളതിൽ റേറ്റ് ഉള്ളത് ഷിറ്റ്സുവിന് മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഇത് കണ്ട, ഇതാണ് പൂപ്പിയുടെ ബ്രഷ്. പൂപ്പിക്ക് ബ്രഷ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് വീട് മാറിയപ്പോൾ എവിടെയോ പോയി. ഇതാണ് പൂപ്പിയുടെ ബ്രഷ്. ഞാൻ ബ്രഷ് ചെയ്യിച്ചു കൊടുക്കുമായിരുന്നു ബ്രഷ്. അത് കഴിഞ്ഞ് പൂപ്പിക്ക് ഞാൻ പോട്ടി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പോട്ടി ട്രെയിനിങ് കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് വാങ്ങിക്കാൻ പീപ്പേഡുണ്ട്. അത് നമ്മൾ വീട്ടിനകത്തല്ലേ ഇവരെ വളർത്തണം. ഇവരുടെ വെളിയിലൊന്നും ഞാൻ മണ്ണിലൊന്നും വിട്ടിട്ടില്ല. പൂപ്പി ഇന്നുവരെ മണ്ണിലിറങ്ങി നടന്നിട്ടില്ല. മണ്ണുണ്ടെങ്കിൽ അവൾ ഇറങ്ങൂല, അത് ശീലമില്ല അവൾക്ക്. അപ്പോൾ ഇവ ഈ വീട്ടിനകത്ത് ടൈൽസിലും വെളിയിൽ പോയ കോൺക്രീറ്റ് ഇട്ട ഭാഗം അത്രയും മാത്രമേ ഇറങ്ങുള്ളൂ, അല്ലാതെ അവൾ മണ്ണിലിറങ്ങൂല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിനകത്ത് തന്നെ ആയതുകൊണ്ട് വീട്ടിലെല്ലാം മൂത്രമൊക്കെ ഒഴിച്ച് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഞാൻ പോട്ടി ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പീപ്പേഡ്. ഇതിങ്ങനെ ഇത്ര വലുപ്പത്തിലിരിക്കും. ഇവക്ക് ഞാൻ കൂട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടിനകത്ത് കൂടിൽ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇവളെ ഞാൻ ഇതിനകത്ത് ഇടാനൊന്നുമല്ല. ഇവള് ചില പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അവൾക്കൊരു പണിഷ്മെൻറ്റ് പോലെ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് കൂട്ടിനകത്ത് പിടിച്ചിടും. അപ്പോൾ അവൾക്കറിയാം അവൾ ചെയ്തത് തെറ്റാണ്, ഇനി അത് ആവർത്തിക്കാൻ പാടില്ലെന്ന് അവൾക്കറിയാം. അപ്പോഴും കുറച്ച് നേരം കഴിയുമ്പോൾ തുറന്നങ്ങ് വിടും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രേ ഉണ്ടായിരുന്നു. ആ ട്രേക്കകത്ത് ഈ പീപ്പേഡ് ഇട്ട് വെക്കും. അപ്പോൾ ഇതിനകത്ത് മൂത്രം ആയാലും സ്മെല്ല് വരില്ല. ഒരു 4-5 വട്ടമൊക്കെ മൂത്രം ഒഴിക്കും ഇതിൽ. അപ്പോഴേ ഇത് ഫില്ലാവുള്ളൂ. അപ്പം അങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് പീപ്പേഡിൽ പോയി ആദ്യമൊക്കെ ഇവൾ മൂത്രം ഒഴിക്കണം. ഇപ്പോൾ ഇവർക്കൊന്നും സ്മെല്ല് ചെയ്ത് പോകാനുള്ള പ്രായമായില്ല. അപ്പം സ്മെല്ല് ചെയ്ത് പോകാൻ പ്രായമാകുമ്പോൾ ഇവർ മൂത്രം ഒഴിക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പീപ്പേഡ് കൊണ്ടുപോയിട്ട് ആ മൂത്രത്തെ തുടച്ചെടുത്തിട്ട് ഈ ട്രേയിൽ കൊണ്ടുവച്ചിട്ട് പിന്നീട് ഇവർ മൂത്രം ഒഴിക്കാനുള്ള എവിടെയെങ്കിലും മണപ്പിക്കുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ആ ഒരു ടെൻഡൻസി കാണിക്കുമ്പോൾ ഇവരെ പിടിച്ച് ഈ പീപ്പേഡിൽ അങ്ങ് നിർത്തുമ്പോൾ ഇവർ ഈ സ്മെല്ല് ചെയ്യുമ്പോഴത്തേക്കും അതിൽ മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു ഇത് വരും. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ മൂത്രം തുടച്ചെടുത്തിട്ട് ഇവൾക്ക് ഒരു ട്രീറ്റ് എന്തെങ്കിലും കൊടുക്കണം. ട്രീറ്റോ ഇല്ലെങ്കിൽ ഇവർക്ക് ഫുഡുണ്ടല്ലോ, ആ ഫുഡ് 1-2 എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഗുഡ് ഗേൾ എന്നതിന് ക്ലാപ്പ് ചെയ്തിട്ട് നമ്മളെന്ത് ചെയ്യണം, ഇത് കൊടുക്കണം. ഇത് കൊടുക്കുമ്പോൾ അവർക്കറിയാം അവരെന്തോ നല്ല കാര്യം ചെയ്തിട്ടാണ് ഇത് കിട്ടണത് എന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം, ഇവർ രണ്ടാമതും ഇതിനകത്ത് പൂപ്പിയാണെങ്കിൽ ട്രെയിൻഡ് ആയതിനു ശേഷം മൂത്രം ഒഴിക്കേണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തുള്ളിയെങ്കിലും ഒഴിച്ച് വെച്ചിട്ട് വന്നിങ്ങനെ വിളിക്കും, എന്നെ കയ്യാട്ടി വിളിക്കും അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തനമെല്ലാം കാണിച്ചിട്ടുണ്ട്.
അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇത് പിന്നെ ആയപ്പോഴത്തേക്ക് അവൾ അത് തന്നെ. പിന്നെ നമ്മൾ റൂമിൽ കിടക്കുമ്പോഴത്തേക്ക് ഇവൾക്ക് എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. നമ്മൾ രാത്രി ഉറക്കത്തിലാണെങ്കിലും ഇവൾ നമ്മളെ ശ്രദ്ധിക്കും, നമ്മൾ അടുത്തുണ്ടോ എന്ന് നോക്കും. നമ്മൾ അടുത്ത് വന്ന് കിടക്കില്ല, പക്ഷെ റൂമിൽ കട്ടിലിൻ്റെ അടിയിൽ കിടക്കും. പക്ഷെ ആ കട്ടിലിൻ്റെ അടിയിൽ കിടക്കണമെങ്കിലും രാത്രിയും വെളുപ്പിനെയും ഒക്കെയും കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മളുണ്ടെങ്കിൽ വീണ്ടും കിടന്ന് ഉറങ്ങിക്കോളും, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അങ്ങനെ ഒരു ഇതുണ്ട് പൂപ്പിക്ക്. പിന്നെ റൂമിൽ രാത്രിയിലൊക്കെ ആണെങ്കിൽ റൂമിൽ പീപ്പേഡ് ട്രേ ഉണ്ടെന്ന് വെച്ചിട്ട് രാത്രിയിൽ അവൾക്ക് മൂത്രമൊഴിക്കുകയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ പോയി മൂത്രമൊഴിക്കും. പിന്നെ ഒരു പരുവായതിനു ശേഷം ഒരു 6-7 മാസമൊക്കെ ആയതിനു ശേഷം ഇവളങ്ങനെ രാത്രി അങ്ങനെ മൂത്രം ഒഴിക്കൂല. പിന്നെ എന്നിട്ട് ഞങ്ങൾ വെക്കും അവൾക്ക് മൂത്രം ഒഴിക്കണമെങ്കിലോ എന്ന്. ഇൻ കേസ് നമ്മൾ വെക്കാൻ മറന്നു പോവുകയാണെങ്കിൽ ഞങ്ങളൊന്ന് തോണ്ടി വിളിക്കും. അപ്പം ഞങ്ങൾക്കറിയാം ഇവൾക്ക് ബാത്റൂമിൽ പോകണമെന്ന്. അല്ലെങ്കിൽ കതകിൽ പോയി ഇങ്ങനെ ചുരണ്ടും, കതക് തുറക്കാൻ വേണ്ടിയിട്ട്. ചുരണ്ടുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവൾക്ക് ബാത്റൂമിൽ പോകണം. അങ്ങനെ പിന്നെ ഞങ്ങൾ കതക് തുറന്ന് ഇവിടെ പീപ്പേഡ് വെക്കണം, അവിടെ പോയി അവൾ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിയൊക്കെ ഇട്ട് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് ഇവൾ വരും. അങ്ങനെയാണ് പൂപ്പിയെ ട്രെയിൻ ചെയ്യിച്ചത്. ട്രെയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ. ഞങ്ങൾ പോണടുത്തെല്ലാം പൂപ്പിയെ കൊണ്ടുപോകും. ഇപ്പോൾ 1-2 ദിവസമൊക്കെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം, കസിൻ്റെ വീട്ടിൽ പോകണമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പൂപ്പിയെ കൊണ്ടുപോകും. ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്, പോട്ടി ട്രെയിൻ ചെയ്യിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ പൂപ്പീനെ ഊട്ടി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഊട്ടിയിൽ 4-5 ദിവസം ഉണ്ടായിരുന്നു. പോണടുത്തെല്ലാം കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും പെട്ടി എടുക്കണം എന്നുണ്ടാൽ അവൾക്കറിയാം എവിടെ പോവേണമെന്ന്. അങ്ങനെയാണ്. പിന്നെ ഇവരുടെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂപ്പീനെ ഊട്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, ഇടുക്കിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാതെ കസിൻ്റെ വീടുകളിലൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകും. പിന്നെ മോളെ സ്കൂളിൽ വിടുമ്പോൾ 2 വീലറിൻ്റെ ഫ്രണ്ടിൽ കയറിയിരിക്കും കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇവർക്ക് കെട്ടാനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് കെട്ടി സ്കൂളിൽ കൊണ്ടാക്കാനും വിളിച്ചുകൊണ്ട് വരാനും ഒക്കെ ഇവളും കൂടെ കയറിയില്ല. ഇപ്പം പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഒരിടത്തും കൊണ്ടുപോകണില്ല. അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. ഡ്രസ്സ് മാറുമ്പോൾ അവൾക്കറിയാം എവിടെ പോവേണമെന്ന്. അമ്മൂമ്മേരെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പണ്ടൊക്കെ റൂമിലൊക്കെ നിന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മേരെ വീട്ടിൽ പോകുന്നതിന് ഓടി വരും, റൂമിൽ നിന്ന് ഇറങ്ങി ഓടി വരും. ആ വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണിൽ നിന്ന് മെമ്മറി ഇത് കുറവായപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ എൻ്റെ നിന്ന് പോയി ആ വീഡിയോ ഒക്കെ. അപ്പം അങ്ങനെയാണ് പൂപ്പിനെ കെയർ ചെയ്യണത്. പിന്നെ ഇവരുടെ ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ക്യാരറ്റും മത്തങ്ങയും ചിക്കൻ്റെ ലിവർ, പിന്നെ മുട്ട, ഇത് എല്ലാം കൂടി ഇട്ട് വേവിച്ച്. പൂപ്പിയുടെ ഫുഡ് അതാണ്. അത് പൂപ്പിക്ക് കൊടുത്തതുപോലെ ഫുഡ് ചെയ്യണം ഞാൻ ഇവർക്കും കൊടുക്കുന്നത്. ഇവർക്കൊരു പപ്പി സ്റ്റാർട്ടർ കൊടുത്ത് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൂപ്പിയുടെ ഫുഡ് പതുക്കെ ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി. കാരണം കുറച്ച് കൊടുത്ത് ഇവരുടെ വയറിനെ അത് ശീലിപ്പിച്ച്, പുതിയൊരു ഫുഡ് വരികയാണ് എന്നുള്ള ഒരു ശീലിപ്പിച്ച്. ഇപ്പം പിന്നെ പൂപ്പിക്ക് അത് കൊടുക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ കുറച്ച് കരളും, 1-2 കരളും, പിന്നെ കുറച്ച് മത്തങ്ങയും ക്യാരറ്റും, ഇതെല്ലാം കൂടെ മിക്സിയിലിടും. ഒരു മുട്ടയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് അടിച്ച് അവർ ഫീഡിങ് ബോട്ടിൽ വെച്ച് ഫീഡ് ചെയ്യിക്കുമായിരുന്നു ഇവർക്ക്. പിന്നെ ഇവർ തനിയെ കഴിക്കാനുള്ള പരുവമായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചോറും കൂടെ ആയിട്ട് വിരകി മിക്സ് ചെയ്ത് ഇവർക്ക് വെച്ച് കൊടുക്കും. ഇവർ കഴിക്കും. പക്ഷെ ഇവരെ വായിലൊക്കെ ഇങ്ങനെ ആവണതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഫീഡിങ് ബോട്ടിൽ തന്നെ കൊടുക്കും. അപ്പോൾ പിന്നെ വൃത്തിയായിട്ടിരിക്കും. അല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖം മൊത്തവും കൊണ്ട് മുക്കും. വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടല്ല വെള്ളത്തിൽ കളിക്കുന്നത്. അങ്ങനെ കുറേ കലാപരിപാടികളുണ്ട് ഇവർക്ക്. അപ്പം അതിൽ ഇതൊക്കെയാണ് ഷിറ്റ്സുനെ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അവരുടെ ഫുഡൊക്കെ നല്ലപോലെ നോക്കണം, വെള്ളം കുടിക്കണത് നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ ഇനി മൂന്ന് പേരുണ്ട് ഇനി നമ്മുടെ കൂടെ. ബാക്കി 2 പേര് സെയിലായി, ഒരാളെ കൊണ്ടുപോയി. ഇനി 3 പേരുണ്ട്, 2 ആണും 1 പെണ്ണും ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. 3 പേരെ ഞാൻ കാണിച്ചു തരാം. 3 പേരെയല്ല, ഇപ്പം 2 പേര് സെയിലായെന്ന് വെച്ചാൽ അവർ കൊണ്ടുപോയില്ല. കാരണം പൂപ്പി ഇപ്പം ഡെയിലി 1 പ്രാവശ്യം അവരെ ഫീഡ് ചെയ്യിക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടും അവർക്ക്. അപ്പോൾ അതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ബാക്കി ഇപ്പോൾ ഉള്ളതിൽ 5 പേര് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഒരാളെ കൊണ്ടുപോയി. അവൾ കൊണ്ടുപോകണവർ പൊന്നുപോലെ നോക്കിയാൽ മതി, ഞാൻ നോക്കിയതുപോലെ നോക്കിയാൽ മതി. അമ്മേരെ മുത്തേന്ന് വിളിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓടി വരണം അവളാണ് കേട്ടോ. അത് പറയുമ്പോൾ സങ്കടം വരും. കാണിച്ചു തരാം.
എല്ലാവരും ഫുഡ് കഴിച്ച് ഉറങ്ങണ. ഇതൊരാളാണ്. ഇത് ഫീമെയിലാണ്. ഇതൊരാൾ. ഞാൻ നേരത്തെ കാണിച്ചു. ഇതൊരാൾ. ഇത് മെയിലാണ്. സ്റ്റഡ് കുട്ടിയാണ്. സുന്ദരമണിയാണ്. ഇന്ന് ഞാൻ എല്ലാവരെയും കുളിപ്പിച്ചു. ഇവർക്ക് ഷാമ്പു വാങ്ങിച്ച്. പിന്നെ ഒരാളിതാണ്. എല്ലാവരും നല്ല ഉറക്കം. ഒരാളിതാണ് ഉറങ്ങട്ട്. പിന്നെ ഒരാളിത്. മക്കളെ അവനിങ്ങെടുത്ത് തനിയെ ഫുഡെല്ലാം കഴിച്ച് മുഖം ഞാൻ നല്ല വൃത്തിയായി സുന്ദരമണിയാക്കി നിർത്തിയതാണ്. ഇപ്പം ഫുഡ് കഴിച്ച് തളയ്ക്ക് പൂപ്പിക്ക് കൊടുത്ത ഫുഡിൽ പോയി തലയിട്ട് മുഖം ഇരിക്കണമൊക്കെയാണ്. ഇതൊരാളാണ്. ഇതിൻ്റെ ഒരു കണ്ണ് ഫുള്ളും വൈറ്റാണ്. മുടി ഫുള്ളും വൈറ്റാണ്. ഇതാണാണ്. ഉണ്ടാ. അപ്പം ഇനി നമുക്ക് കൊടുക്കാനായിട്ട് 2 ആണും 1 പെണ്ണും ഉണ്ട്. നമുക്ക് ആ ബ്ലാക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരും സുഖം ഉറക്കം കാണിച്ചു തരാം. പൂപ്പി ദോ കിടക്കും. പിന്നെ ഒരാളിതാണ്. പിന്നെ ഒരാളിതാണ്. ഇത് ഫീമെയിലാണ്. ഇത് സെയിലായതാണ്. അവർ നിർത്തിയിരിക്കുന്നതാണ്. കുറച്ചും കൂടെ ഇതായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. ഇത് ബ്ലാക്കും വൈറ്റും ആണ്. വേറെ കളറില്ല. എന്താ സുന്ദരിയല്ലേ? എവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പം എല്ലാം കാണിച്ചാ 2, 4, 5 പേരെ കാണിച്ചു. ഒരാൾ പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ഒരാൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂപ്പിയുടെ ഡെലിവറിയുടെ ഇത് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് ആ വീഡിയോ എൻ്റെ നിന്ന് പോയി. യൂട്യൂബിൽ കിടക്കുന്നതേ ഉള്ളൂ. പൂപ്പി അരമണിക്കൂർ ഗ്യാപ്പിട്ടാണ് പൂപ്പി ഓരോ കുഞ്ഞുങ്ങളെയും പ്രസവിച്ചത്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോഗ് മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലാത്തവരൊക്കെ അല്ലാതെ ഈ ബിസിനസ് ചെയ്യുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൂട്ടിലൊക്കെ ഇട്ടല്ലേ വളർത്തുന്നത്. അതിനെ മാറ്റി വെച്ചിട്ട് വന്ന് കൂട്ടിലിട്ട് അത് പ്രസവിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എടുക്കുക ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അവരുടെ ഡെലിവറി ടൈമിൽ ഉണ്ടാവും. അപ്പോൾ പൂപ്പിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഓരോ 20 മിനിറ്റ് ആകുമ്പോൾ അടുത്ത കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമ്പോഴല്ലേ ഇവിടെ ഡെലിവറി ഞാൻ എടുത്തത്. അങ്ങനെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ഇന്ന് ഭയങ്കര സന്തോഷത്തോടെയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. എൻ്റെ കുഞ്ഞ് പോയതിൻ്റെ ഒരു വിഷമം അത്രയേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പം ഓക്കെ ആവും. അപ്പോൾ നമുക്ക് എന്ത് പറയാ, നിങ്ങൾക്ക് എന്തെങ്കിലും പൂപ്പിയുടെ അല്ല ഷിറ്റ്സുവിൻ്റെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കാം. ഞാൻ അതിൻ്റെ കമൻറ്റോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പൂപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണാം. അപ്പം അതുവരെ ബായ്.